നമസ്കാരം. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഏറെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഔദ്യോഗികമായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് മാർച്ച് 30 രാവിലെ 10:15 തന്നെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക കൈമാറി തുടങ്ങി എന്നുള്ള ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മാർച്ച് മാസത്തെ ധനസഹായത്തോടൊപ്പം തന്നെ ഏപ്രിൽ മാസത്തെ വീതം കൂടി മുൻകൂറായിട്ട് നൽകാൻ സർക്കാർ തീരുമാനിച്ചതോടെ ഭൂരിഭാഗം ആളുകളുടെയും അക്കൗണ്ടുകളിലേക്ക് ഇത്തവണ 4000 രൂപയാണ് എത്തിച്ചേരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഡെയിലി അപ്ഡേറ്റ്സിലൂടെയൊക്കെ തന്നെ പെൻഷൻ വിതരണം 30 ആരംഭിക്കുമെന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ആ വാഗ്ദാനം പാലിച്ചുകൊണ്ട് കൃത്യസമയത്ത് തന്നെ സർക്കാർ വിതരണത്തിന് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. നിലവിൽ 2000 കോടി രൂപയിൽ അധികം ചിലവഴിച്ചാണ് സംസ്ഥാനത്തെ 62 ലക്ഷത്തിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഈ പെൻഷൻ തുക വിതരണം ചെയ്യുന്നത്. ഇതിൽ 26 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ക്രെഡിറ്റ് ആവുന്നത്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT സംവിധാനം വഴിയാണ് ഇവർക്ക് തുക കൈമാറുന്നത് എന്നതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ തന്നെ ഘട്ടം ഘട്ടമായിട്ട് വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ തുക എത്തിച്ചേരുന്നതായിരിക്കും. നിലവിൽ തുക ലഭിച്ചവർ അക്കാര്യമൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അത് മറ്റുള്ളവർക്ക് കൂടി ഒരു ആശ്വാസമായി മാറും. എല്ലാ ബാങ്കുകളിലും ഒരേ സമയത്ത് തുക ക്രെഡിറ്റ് ആകണമെന്നില്ലാത്തതിനാൽ തന്നെ 1-2 മണിക്കൂർ ഇടവേളകളിലൊക്കെ തന്നെ ബാങ്ക് ബാലൻസ് നിങ്ങൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും നേരിട്ട് പെൻഷൻ വാങ്ങുന്നവർക്കും സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വരും ദിവസങ്ങളിൽ തുക വീട്ടിലേക്ക് എത്തുന്നതാണ്. ഈ മാസത്തെ വിതരണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് 2 ഗഡുക്കൾ ഒന്നിച്ച് നൽകുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഓരോ മാസത്തിൻ്റെയും അവസാന ആഴ്ചകളിലാണ് പെൻഷൻ വിതരണം നടക്കാറുള്ളതെങ്കിലും വരാനിരിക്കുന്ന ഈസ്റ്റർ, വിഷു തുടങ്ങിയ ആഘോഷങ്ങളൊക്കെ തന്നെ പ്രമാണിച്ച് ഏപ്രിൽ മാസത്തിലെ 2000 രൂപ കൂടി സർക്കാർ മുൻകൂറായിട്ട് ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. അതായത് ഈ മാസം 30-31 തീയതികളിലായിട്ട് ആകെ 4000 രൂപ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ഏപ്രിൽ മാസത്തിലെ തുക ഇപ്പോൾ തന്നെ നൽകുന്നതിനാൽ തന്നെ ഏപ്രിൽ മാസം അവസാനത്തിൽ പ്രത്യേക പെൻഷൻ വിതരണം ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യം പ്രത്യേകം എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. ലഭിക്കുന്ന തുക ആഘോഷങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കുമായിട്ട് മുൻഗണന നൽകിക്കൊണ്ട് ചിലവഴിക്കാൻ എല്ലാവരും ശ്രമിക്കുക. വിവിധ വിഭാഗങ്ങളിലായിട്ട് പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാവർക്കും തന്നെ ഈ ആനുകൂല്യം ലഭ്യമാകുന്നതാണ്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യം, കർഷക തൊഴിലാളി പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞവർക്കുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് നൽകുന്ന പെൻഷൻ, ഇങ്ങനെ ഇവയെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിന് പുറമെയായിട്ട് വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം ലഭിക്കുന്നവർക്കും വിതരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളെയാണ്. അവർക്ക് 5 ഗഡുക്കളായിട്ട് ഏകദേശം 8000 രൂപയോളം കുടിശ്ശിക തീർത്ത് അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവർ തങ്ങളുടെ അക്കൗണ്ടുകൾ അത് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ വിഹിതം ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഈ സമയത്ത് തന്നെ അത് തുക ലഭ്യമാകുന്നതാണ്. ഏതാണ്ട് 8.5 ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യത്തിന് അർഹതയുള്ളവരാണ്. 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള തുകയാണ് ഇവർക്ക് ലഭിക്കാറുള്ളത്. ഇത്തവണ 2 ഗഡുക്കൾ ഉള്ളതിനാൽ തന്നെ 200 രൂപ ലഭിക്കുന്നവർക്ക് 400 രൂപയായിട്ടും 500 രൂപ ലഭിക്കുന്നവർക്ക് അത് 1000 രൂപയായിട്ടും ഒക്കെ തന്നെ വർദ്ധിച്ച് അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ കേന്ദ്ര വിഹിതം ക്രെഡിറ്റ് ആകുന്നത്. പലർക്കും മൊബൈലിൽ SMS വരാത്ത സാഹചര്യമുള്ളതിനാൽ തന്നെ ബാങ്കുകളുടെ ബാങ്കുകളുടെയൊക്കെ തന്നെ മിസ്ഡ് കോൾ ബാലൻസ് എൻക്വയറി സംവിധാനമോ അല്ലെങ്കിൽ ATM കൗണ്ടുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടോ നിങ്ങൾക്ക് തുക വന്നുവെന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്താവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് വരും ദിവസങ്ങളിൽ ബാങ്കുകൾക്ക് തുടർച്ചയായിട്ടുള്ള അവധി വരാൻ സാധ്യതയുണ്ട് എന്നതാണ്. സാമ്പത്തിക വർഷ അവസാനവും അതുപോലെ തന്നെ പൊതു അവധികളുമൊക്കെ തന്നെ വരുന്നതിനാൽ ബാങ്ക് ഇടപാടുകൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ അടിയന്തരമായിട്ട് പണം ആവശ്യമായിട്ടുള്ളവർ എത്രയും വേഗം തന്നെ ബാങ്കിലോ ATMലോ എത്തിക്കൊണ്ട് തുക പിൻവലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സുപ്രധാന വിവരം പെൻഷൻ ലഭിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അറിയിപ്പുകൾ, സർക്കാർ അപ്ഡേറ്റുകളൊക്കെ തന്നെ കൃത്യമായി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാവരും ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.